സാരമില്ല, താ വളരണത് അവള് കാണുന്നുണ്ടാവും. വളരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക ഇപ്പൊ. അങ്ങനെ ഒന്നും പറയാണ്ടിരിക്കുക. ആ ചെറുപ്പാണ്, പലതും നേടേണ്ടിയിരിക്കുന്നു, പലതും. ഒന്നൊന്നായി നഷ്ടപ്പെടാൻ വേണ്ടി എന്തിനീ വളർച്ച? എനിക്ക് വേണ്ട ഒന്നും, ഒന്നും പാടില്ല. അമ്മ തരുന്നതെല്ലാം പൂർണ്ണ മനസ്സോടെ വാങ്ങുക, നന്നായി വരും. ആ, തന്റെ മോതിരം മാറ്റാണെന്ന് അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. കുട്ടി മിടുക്കിയാണെന്ന് ഓറ്റി പറഞ്ഞു. എനിക്ക് പങ്കെടുക്കണമെന്ന് മോഹമുണ്ട്, പക്ഷേ പോകാതെ തരില്ല. ധർമ്മസ്ഥലത്ത് വഴിപാടുണ്ട്, സേതു ഏൽപ്പിച്ചിരുന്ന മുടക്കാറില്ല. അവളുടെ പരാതി ഇനി താങ്ങാൻ വയ്യ. കച്ചേരിക്ക് പോകാറില്ല, മറ്റൊന്നും കൊണ്ടല്ല, പാടുമ്പോ താളം ശരിക്കങ്ങോട്ട് കിട്ടണില്ല. ശ്രുതി ചേർന്നില്ല എന്ന് പറഞ്ഞ് പക്കമേളക്കാര് പോലും വരാണ്ടായി. ഇപ്പൊ അമ്മയുടെ മുമ്പിൽ പോലും പാടാൻ ധൈര്യമില്ല. പാടുമ്പോ എങ്ങനെയാണോ താളം പോണേ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ അങ്ങക്ക് വെറുതെ തോന്നുന്നതാവും. എന്റെ തമ്പുരാന്റെ താളം പിഴക്കില്ല, എനിക്കുറപ്പാ. അല്ലടോ, പിഴക്കുന്നുണ്ട്. ഞാനും അതറിയുന്നുണ്ട്. ഒരു നാഴിക മുഴുവൻ കഴിഞ്ഞില്ലേ, ഇനി അരനാഴിക നേരം എങ്ങനെയെങ്കിലും. ആ, ഇനി എന്താ? കുട്ടികളൊക്കെ സൗവർണികയിലുണ്ട്. താൻ വന്നത് അവരും അറിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. എന്താ ചേച്ചി കാട്ടണേ? നേരെ നിക്ക് ചേച്ചി, ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക് ചേച്ചി. എന്താ ചേച്ചി കാട്ടണേ? അടങ്ങി നിക്ക്, അടങ്ങി നിക്കണ്ടോ ചേച്ചി? അവിടെ നിക്കാൻ. ഈ ചേച്ചിയുടെ കാര്യം. അഞ്ജു, അഞ്ജു, ഉണ്ണിമായി, അഞ്ജു, എന്താ ഞാൻ കാണുന്നേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. വന്നൂന്നറിഞ്ഞു. അഞ്ജുവിനിപ്പോ വലിയ ആളായില്ലേ? സുഖാണോ? എന്താ മായ ഇങ്ങനെയൊക്കെ? അഞ്ജുന് പൂജയ്ക്ക് സമയമായി, പോട്ടെ. ചേച്ചി അവിടെ നിക്കാൻ. മായ, വാ ചേച്ചി. എണീക്ക്, എണീക്ക് ചേച്ചി, എണീക്ക്. വാ വാ.
എന്താ ഉണ്ണിമേ ഉണ്ടായേ? എന്റെ മനസമാനത്തിനെങ്കിലൊന്ന് പറയൂ. എന്താ അഞ്ജലി സംഭവിച്ചേ? അന്തുവേട്ടൻ പോയി രാത്രി ചേച്ചി പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. അച്ഛൻ കൊണ്ടുവന്ന ഒരു വിവാഹാലോചന മുടങ്ങി. ഒടുവിൽ അച്ഛൻ എന്തോ തീരുമാനമെടുത്തു. എല്ലാരും ഒരുപാട് കരഞ്ഞ രാത്രി.